ഹലോ ഫ്രണ്ട്സ്, മിനിവാൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വടകരയ്ക്കടുത്തുള്ള ഒരു കിടിലൻ വ്യൂ പോയിൻ്റാണ്. പയംകുറ്റിമല അഥവാ മുത്തപ്പൻമല വ്യൂ പോയിൻ്റ്. നമ്മുടെ വാഹനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. 4 വീലറും 2 വീലറും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അതുകൂടാതെ അവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട്. പഴംകുറ്റിമലയുടെ തൊട്ടടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പഴംകുറ്റിമലയുടെ കാഴ്ചകളൊക്കെ കാണാം. അതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ഇടതുവശത്തായിട്ടുള്ള കുറച്ച് പുൽമേടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് നമുക്ക് പഴംകുറ്റിമലയുടെ മുകളിലോട്ടേക്ക് പോകാം. പഴംകുറ്റിമലയുടെ തൊട്ടരികിലുള്ള ആ ഒരു ചെറിയ കാട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കാടെന്ന് പറയാൻ പറ്റുമെന്നറിയില്ല. കുറേ പുല്ലുകളൊക്കെ വളർന്ന് കിടക്കുന്ന ഒരു താഴ്വാരം എന്ന് പറയാം. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. കാരണം ഇതിനേക്കാളും കുറച്ചുകൂടി ഹൈറ്റിലാണ് പഴംകുറ്റിമല സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് ഒരു 4 മണി 5 മണി സമയത്താണ്. അപ്പോൾ കുറച്ച് നല്ല വെയിലാണ്. കുറച്ചുകൂടി കഴിഞ്ഞാലാണ് നമുക്ക് ഇതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ രാവിലെ വരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നന്നായി ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കുറച്ച് വെയിൽ കൂടുതലാണ്, എന്നാലും നല്ല കാറ്റുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് പുല്ലുകൾ ഇങ്ങനെ വളർന്ന് കിടക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയായിരുന്നു പഴംകുറ്റിമലയുടെ അങ്ങോട്ട് ആ ഒരു ടെമ്പിളിൻ്റെ അടുത്ത് വരെ ഈ ഒരു രീതിയിലായിരുന്നു മുമ്പ്. ഇപ്പോൾ അവിടെ പിന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ സ്ഥലങ്ങൾ കാണാനുള്ള ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ പുതുക്കി പണിതിട്ടുണ്ട്. ടൂറിസം വകുപ്പ് ഏറ്റെടുത്ത് പുതുക്കി പണിതിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇതാണ് പഴംകുറ്റിമലയുടെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ടിക്കറ്റ് ചാർജുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ എൻട്രൻസിലൂടെ കയറിയിട്ട് വേണം അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി. നമ്മുടെ 4 വീലറും 2 വീലറും ഒക്കെ അങ്ങോട്ടേക്ക് കയറ്റാൻ വേണ്ടി സാധിക്കും. പാർക്കിംഗ് ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അവിടെ ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ നിർത്തിയിടാം. അല്ലെങ്കിൽ ഇവിടെയും ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ താഴെ വരുന്ന ജംഗ്ഷനിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനി നമുക്ക് ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ ഈ എൻട്രൻസിലൂടെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ഇടതുവശത്ത് എൻ്റെ പുറകുവശത്ത് കാണാം ഒരു വാച്ച് ടവറാണ്. വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വടകരയുള്ള കാഴ്ചകൾ, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ താഴ്വാര കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇപ്പോൾ വാച്ച് ടവർ ക്ലോസ്ഡാണ്. കാരണം കോവിഡൊക്കെ ആയത് കാരണം അവിടെ ആളുകൾ തിങ്ങി കയറുന്നത് കൊണ്ട് അവിടെ ക്ലോസ്ഡാണ്. അതുകൊണ്ട് നമുക്ക് താഴെയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. നമ്മൾ താഴെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയൊക്കെ ഇവിടെ സേഫായിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് സൂര്യാസ്തമയം ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സൂര്യോദയവും സൂര്യാസ്തമയവും ഒരേ സമയം ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നൊരു സ്ഥലമാണ് ഈ ഒരു പയംകുറ്റിമല എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ വ്യൂ പോയിൻറ്റിലാണ്. വ്യൂ പോയിൻറ്റിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പ്ലാറ്റ്ഫോം വളരെ സുരക്ഷിതത്വത്തോടു കൂടിയുള്ളതാണ്. ഇവിടെ ഒരു ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ ഇവിടെ നിൽക്കാനും ഇതിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും താഴ്വാരത്തിലെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹാൻഡ് റെയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പേടിക്കാതെ നമുക്കിവിടെ നിന്ന് കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ വടകര പട്ടണത്തിൻ്റെ ഒരു വിദൂര ദൃശ്യം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും. ടൗണൊന്നും കറക്റ്റായിട്ട് കാണാൻ പറ്റില്ലെങ്കിലും അത് ഒരുപാട് പച്ചപ്പും തെങ്ങൊക്കെ മൂടിക്കിടക്കുന്നതാണ്. ടൗണിൻ്റെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ കടലിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും. ദൂരെ നമുക്ക് വെള്ളിയാങ്കല്ല്, കടലിൽ പൊങ്ങിക്കിടക്കുന്ന വെള്ളിയാങ്കല്ല് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇവിടുത്തെ അസ്തമയാണ് സൂപ്പർ. പിന്നെ നമ്മൾ രാവിലെ വരികയാണെങ്കിൽ അപ്പുറത്ത് നമ്മൾ ഫസ്റ്റ് പോയില്ലേ ആ പുൽമേടിൻ്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൂര്യോദയം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ ഉദയവും അസ്തമയവും ഒരേ സമയം ആസ്വദിക്കാൻ പറ്റിയ ഒരു പ്രദേശമാണ് ഈ ഒരു പയംകുറ്റിമല എന്ന് പറയുന്നത്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ധാരാളം ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വഴികളൊക്കെ നന്നായിട്ട് സിമെൻറ്റ് ബ്ലോക്കുകളൊക്കെ വെച്ച് പാകി പുൽത്തകിടൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ പ്ലേസാണ് ഈ ഒരു പഴംകുറ്റിമല എന്ന് പറയുന്നത്. ഒരുപാട് ഫാമിലികളും ആളുകളൊക്കെ ഇവിടെ ഇപ്പോൾ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ മുമ്പ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് താഴെ നമ്മൾ കണ്ട പോലെ തന്നെ പുല്ല് മൂടിക്കിടന്നൊരു കാട് പിടിച്ചൊരു പ്രദേശമായിരുന്നു. ഇവിടെ ടൂറിസം വകുപ്പ് ഇപ്പോൾ 1-2-3 മാസം കൊണ്ട്
ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിലാക്കി എടുത്തതാണ്. ഒരുപാട് പേർക്ക് ഒരേ സമയം വന്നു നിന്ന് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. പിന്നെ തൊട്ടടുത്ത് ലോകനാർക്കാവ് ടെമ്പിൾ ഉണ്ട് താഴെ, അവിടെ നിന്നും നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കും. ആ വഴി നമുക്ക് ഒരു 200 മീറ്റർ അതിലെ കുത്തനെ കയറി കഴിഞ്ഞാൽ നടന്ന് കയറിയിട്ട് ഇവിടേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ തൊട്ട് അരികിലായിട്ട് വലതുവശത്തായിട്ട് ഒരു മുത്തപ്പൻ്റെ അമ്പലമുണ്ട്. ആ ഒരു അമ്പലത്തിൻ്റെ പേരിലാണിത് അറിയപ്പെടുന്നത്, മുത്തപ്പൻ മല എന്നറിയപ്പെടുന്നത്. കൂടാതെ പയൻകുട്ടിമല എന്നുള്ള പേരും ഈ ഒരു മലയ്ക്കുണ്ട്. അപ്പോൾ നമ്മൾ പഴംകുട്ടിമലയുടെ അടുത്തുള്ള ടെമ്പിൾ, അതായത് മുത്തപ്പ ടെമ്പിളിൻ്റെ മുന്നിലാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സൂര്യോദയം ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ രാവിലെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വയനാടൻ മലനിരകളുടെ വിദൂര ദൃശ്യം നമുക്കിവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ സൂര്യോദയം നമുക്കിവിടുന്ന് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ വൈകിട്ട് വരുമ്പോൾ നമുക്ക് സൂര്യാസ്തമയം അവിടെ നിന്ന് കഴിഞ്ഞാൽ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും. കൂടാതെ ഈ ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ടെമ്പിൾ. ഞാൻ പറഞ്ഞു ടെമ്പിളിൻ്റെ മുന്നിലാണ് നമ്മളുള്ളത്. അതാണ് മുത്തപ്പൻ ടെമ്പിൾ. വൈകിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ കാണാം. മുത്തപ്പൻ വെള്ളാട്ടമൊക്കെ ഉണ്ട്, അതൊക്കെ കാണാം. അതിൻ്റെ പ്രസാദം കഴിച്ച് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. പയൻകുട്ടിമലയെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇങ്ങോട്ട് വരാനുള്ള ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ വടകര നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ചാനിയൻകടവ് പേരാമ്പ്ര റൂട്ട് സഞ്ചരിച്ച് പണിക്കോട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ജംഗ്ഷനിലെത്തും. അവിടെ നിന്ന് കുറച്ചുകൂടി 100 മീറ്റർ മുന്നോട്ട് സഞ്ചരിച്ചിട്ട് ഇടത്തോട്ടേക്കുള്ള റോഡിനാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരേണ്ടത്. കറക്റ്റ് ലൊക്കേഷൻ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അത് നമുക്ക് മാപ്പ് ഇട്ടിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ബൈ.